എങ്ങനെ ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ എങ്ങനെ വരുന്നു? ഒരു ആത്മവിശ്വാസവും ആശങ്ക മാറി കുറേ കൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈ നാടിൻ്റെ ജനത മാറിയിട്ടുണ്ടോ? വയനാടിൻ്റെ ഒരു വീണ്ടെടുപ്പ് എന്ന് ഞങ്ങളൊക്കെ മറ്റ് നാട്ടിൽ നിന്ന് പറയുന്നത് വയനാടിന് എത്രമാത്രം ഫീൽ ചെയ്യുന്നു? തീർച്ചയായിട്ടും ജനങ്ങൾക്കാകെ ആ ഫീലുണ്ട്. കാരണം ദുരന്തം ഉണ്ടായ വേളയിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം എത്തിച്ചേരുകയും രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്തു. നമ്മളതിൽ കാണേണ്ടത് എല്ലാ സംവിധാനത്തെയും കൂട്ടിയോജിപ്പിച്ചു എന്നതാണ്. അതാണ് നമ്മളതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അങ്ങനെ കൂട്ടിയോജിപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരുപാട് പേരുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. പിന്നീട് അവരെ ചികിത്സ, അതിനുശേഷം ക്യാമ്പുകളിൽ അവരുടെ മാനസികാരോഗ്യം ഉൾപ്പെടെ ഉറപ്പുവരുന്ന രൂപത്തിലുള്ള പ്രവർത്തനം, അതിനെ തുടർന്ന് 28 ദിവസമാകുമ്പോഴേക്ക് ഇത്രയും കൂടുതലുള്ള ആളുകളായിട്ട് പോലും അവരെല്ലാം താൽക്കാലികമായുള്ള പുനരധിവാസം, അവർക്ക് 6000 രൂപ വെച്ച് വാടക, പ്രതിദിനം ഈ 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 പേർക്ക്, ചില കുടുംബത്തിൽ 3 പേർക്ക് വീതമായുള്ള പണം നമ്മുടെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന കാര്യം, മൈക്രോ പ്ലാനിൻ്റെ ഭാഗമായി ഉള്ള നമ്മുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത്, ഇങ്ങനെ ഓരോന്നായി മരിച്ചവരുടെ കുടുംബത്തെ ചേർത്തതിൻ്റെ ഭാഗമായുള്ള 8 ലക്ഷം രൂപ വീതം നൽകിയത്, അങ്ങനെ തുടങ്ങി സമാനതകളില്ലാത്ത ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ കേവലമായി വീട് വെച്ച് നൽകുക എന്നതല്ല, ലോകോത്തര മാതൃകയിൽ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു സംവിധാനമാണ് ഒരുങ്ങുന്നത്. അതും വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സാണ്. കൽപ്പറ്റയിലെ ഹൃദയഭൂമി, യഥാർത്ഥത്തിൽ ഹൃദയഭൂമിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ നിയമവ്യവഹാരങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 105 ദിവസമാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായത്. അതിൽ 70 ദിവസത്തിലധികം മഴയായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പം വീട് നിർമ്മാണം, മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ബാക്കി വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ നിലയിൽ ഏതൊക്കെ മേഖലയിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടപെടണമോ അതിലെല്ലാം ഇടപെട്ടുകൊണ്ടാണ് പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ മേഖല എടുത്താൽ കുട്ടികൾക്ക് ഏറ്റവും രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തി അവരെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്ന നിലയിൽ പ്രവർത്തനം ഗവൺമെൻറ് ഭാഗമായി നടത്തി. SSLCയിലെ എല്ലാ കുട്ടികളും ജയിച്ചു. ഇവിടെ എഴുതിയ കുട്ടികൾ 100% സ്കൂളിൽ. ഇതൊക്കെ പറയുന്നൊരു ഗവൺമെൻറ്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നതാണ്. അതിനെ എത്രയെത്തി ആര് കാണിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ, ഈ നാട്ടുകാരെടുക്കുന്നില്ല എന്നാണല്ലേ? നാട്ടുകാരെ വിഷയം എടുക്കുന്നില്ല. നാട്ടുകാർ ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അത് നേരത്തെ ദുരന്തമുണ്ടായ വേള മുതൽ ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഏറ്റവും അവസാനം പരാമർശിച്ച കാര്യം ടൂറിസവുമായി ബന്ധപ്പെട്ട് വയനാടിൻ്റെ ഭാവി സാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാന്യായ മിനിസ്റ്റർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കുറേ കൂടെ വിപുലമായ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വലിയ രൂപത്തിൽ മെച്ചപ്പെട്ടു വന്നു. അതിനിടയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വന്നു. പക്ഷെ അപ്പോഴും അതിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ശിവമണി ഉൾപ്പെടെയുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഏറ്റവും അവസാനം വലിയ ഫെസ്റ്റ്, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഫെസ്റ്റാണ്. ടൂറിസവും തിരിച്ചു വരുന്നു. വയനാടിന് വലിയ പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ആവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മിനിസ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ കൊടുത്ത ഉറപ്പുകളൊക്കെ പാലിച്ചു പോകുന്നു. അത് ജനങ്ങൾ ആ വിധം ഏറ്റെടുക്കുന്നു എന്ന നിലയിൽ പൊതുപ്രവർത്തകരുടെ ഒരു അനുഭവം കൂടി അറിയാൻ വേണ്ടിയാണ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ അത് ചോദിച്ചത്.